Hi friends, welcome to Arutan's World. ഇന്നത്തെ വീഡിയോ കണ്ടന്റ് AWSന്റെ ട്യൂട്ടോറിയലാണ്. ഈ AWSന്റെ ട്യൂട്ടോറിയൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് AWSന്റെ എല്ലാ സർവീസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സെറ്റപ്പ് ആൻഡ് കോൺഫിഗറേഷൻ ആണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടായ EC2 ഇൻസ്റ്റൻസ്, AWSലെ EC2 ഇൻസ്റ്റൻസ് എങ്ങനെ കോൺഫിഗർ ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഇത് പാർട്ട് 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് AWS ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം വേണ്ടത് AWSൽ സൈൻ ഇൻ ചെയ്യുന്നതാണ്. അതിന് aws.amazon.com എന്ന സൈറ്റിൽ പോവുക. അതിൽ റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് നമുക്ക് സൈൻ ഇൻ ടു AWS കൺസോൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ അത് സൈൻ ചെയ്യുക, ഇല്ലാത്തവർ സൈൻ അപ്പ് ചെയ്യുക. സൈൻ അപ്പ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് സൈൻ അപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാർഡും വെരിഫൈ ചെയ്യേണ്ടി വരും, അത്രയും മാത്രമേ ഉള്ളൂ. ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുക. എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുന്നുണ്ട്. സൈൻ ഇൻ ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് AWSൻ്റെ മാനേജ്മെൻറ്റ് കൺസോൾ എന്ന് പറഞ്ഞൊരു ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ, ഇവിടെ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് അവിടെ എല്ലാ സർവീസസിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു പുതിയ ഇൻ്റർഫേസാണ്. നമുക്ക് പഴയ ഇൻ്റർഫേസിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സ്വിച്ച് നോ എന്ന് പറഞ്ഞൊരു ബട്ടൺ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇതിൻ്റെ റൈറ്റ് സൈഡ് ടോപ്പായിട്ട് നമുക്ക് റീജിയൻ ബേസ് ആയിട്ടുള്ള ഡാറ്റാ സെൻറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. ഈ ഡാറ്റാ സെൻറ്റേഴ്സിലാണ് നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണോ നമ്മൾ റീജിയൻ സെലക്ട് ചെയ്യുന്ന ആ റീജിയനിൽ നിന്നുള്ള ഡാറ്റാ സെൻറ്റർ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഏഷ്യ സ്പെസിഫിക് ആയിട്ടുള്ള റീജിയനാണ്. അവിടെ ഒരു EC2 ഇൻസ്റ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട സർവീസാണ് EC2 എന്ന് പറയുന്നത്. EC2 നമുക്കിപ്പോൾ ക്വിക്ക് ലോഞ്ചിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ബാറിൽ EC2 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് EC2ൻ്റെ കൺസോൾ അവിടെ വരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറക്കാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതാണ് EC2 ഇൻസ്റ്റൻസിൻ്റെ ഡാഷ്ബോർഡ്. ഇവിടെ നമുക്ക് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ ബ്ലൂ കളറിലൊരു ടാബുണ്ട്. ജസ്റ്റ് അതിൽ ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഓവറോൾ ഒരു സമ്മറി പേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ സെലക്ട് ചെയ്ത വെർച്വൽ സെർവറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു നെയിം കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസിന് നെയിം കൊടുക്കുക. അടുത്തായിട്ട് വരുന്നത് OS സെലക്ഷനാണ്. ഇതിൽ നമുക്ക് AWSൻ്റെ, ഉബുണ്ടുവിൻ്റെ, വിൻഡോസിൻ്റെ സെർവേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഉബുണ്ടു സെർവറാണ് സെലക്ട് ചെയ്യുന്നത്. ആ ഉബുണ്ടു സെർവറിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്, ഏത് വെർഷനാണ് എന്ന് കാണിക്കുന്നത്. ഞാനിപ്പോൾ 64 ആർക്കിടെക്ചറിലുള്ള ഒരു സെർവറാണ് ഇപ്പോൾ എടുക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പോകേണ്ടത് ഇൻസ്റ്റൻസ് ടൈപ്പാണ്. ഇൻസ്റ്റൻസ് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സെർവറിൻ്റെ സ്കെയിലബിലിറ്റിയാണ്. സെർവർ സ്കെയിലബിലിറ്റി സ്മോൾ ടു ലാർജ് ഉണ്ട്. നമുക്ക് ഏതാണോ നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടത് അതിന് പ്രോപ്പറായിട്ടുള്ള ഇൻസ്റ്റൻസ് ഇൻസ്റ്റൻസ് മീൻസ് ആ സെർവർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഫ്രീ ട്രയലാണ്, അതുകൊണ്ട് ഞാനിത് സെലക്ട് ചെയ്യുന്നു. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കീ പെയർ എന്ന് പറയുന്നത്. കീ പെയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഇൻസ്റ്റൻസിലോട്ട് ലോഗിൻ ചെയ്ത് കയറാനുള്ള ഒരു കീ ആണ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് അതിനൊരു കാര്യം ചെയ്യുക, കീ പെയറിന് ഒരു നെയിം കൊടുക്കുക. ഞാനിപ്പോൾ വേഡ്പ്രസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിൽ നമുക്ക് നേരത്തെ PM മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പോൾ PPKയും കൂടെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് PPK സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ക്രിയേറ്റ് കീ പെയർ കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു കീ പെയർ ഡൗൺലോഡ് ആവും. ഈ കീ പെയർ നമ്മൾ സേവ് ചെയ്ത് തന്നെ വെക്കുക. ഇത് വൺ ടൈം ജനറേഷനാണ്. ഇത് പിന്നെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റൻസിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനുശേഷം വരുന്നത് നെറ്റ്വർക്ക് സെറ്റിങ്സ് ആണ്. നെറ്റ്വർക്ക് സെറ്റിംഗ് VPCയുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് വരുന്നത്. VPC ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് പബ്ലിക് IP. ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന IP അഡ്രസ്സാണ്. പിന്നെ ഫയർവാളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പോർട്ട് എനേബിൾ ചെയ്യുന്നതാണ്. SSH എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ സെർവറിൽ SSH ടണൽ വഴി കയറാനാണ്. പിന്നെ STPS ട്രാഫിക് നമുക്കിവിടെ എനേബിൾ ചെയ്യുക. ഫോർ വെബ് ബ്രൗസിങ്ങിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്.
പിന്നെ SSH ഞാനിപ്പോൾ ഇവിടെ എനിവെയർ കൊടുക്കാനുള്ള കാരണം നമുക്ക് എനിവെയർ എവിടെ നിന്ന് വേണമെങ്കിലും കണക്ട് ചെയ്യാം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമുക്ക് കസ്റ്റം IP കൊടുക്കാം. നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ ഓഫീസിലെ IP നമുക്ക് വാട്ട്സ്മൈ IP വെച്ച് ഫെച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കൊടുക്കാം. അതാണ് സെക്യൂർ വേ. എപ്പോഴും നമ്മുടെ എനിവെയർ കൊടുക്കുന്നതിനേക്കാളും നല്ലത് കസ്റ്റം IP കൊടുക്കുക. എങ്ങനെയാണ് കസ്റ്റം IP കൊടുക്കുന്നതെന്നാണ് ഞാൻ ഈ കാണിക്കുന്നത്. ജസ്റ്റ് കസ്റ്റം IP കൊടുക്കുക. അതിൻ്റെ സബ്നെറ്റ് അത് ഓട്ടോമാറ്റിക്കലി അവിടെ സെലക്ട് ആയിക്കോളും. അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത് വരുന്നത് എൻ്റെ സ്റ്റോറേജാണ്. സ്റ്റോറേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോറേജ് ബൈ ഡിഫോൾട്ട് വരുന്ന 8 GB സ്റ്റോറേജാണ് SSDയുടെ. നമുക്കത് വേണമെങ്കിൽ മാറ്റി നമുക്ക് സ്റ്റോറേജ് ഹൈ ആക്കാം. പിന്നെ അഡ്വാൻസ് ഡീറ്റെയിൽസാണ്. അഡ്വാൻസ് നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഇത് ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഇതിനകത്ത് 1-2 ബിഹേവിയർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഷട്ട് ഡൗൺ ബിഹേവിയറും റിക്കവറി ബിഹേവിയർ എങ്ങനെയാണ്. ഷട്ട് ഡൗൺ ബിഹേവിയർ നമ്മൾ എന്തായാലും സെലക്ട് ചെയ്യുക. ഷട്ട് ഡൗൺ ചെയ്യുമ്പം സ്റ്റോപ്പ് ബിഹേവിയർ എപ്പോഴും കൊടുക്കാവും, ടെർമിനേറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻസ് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഇത് ടെർമിനേറ്റ് ആയി പോയ ഇൻസ്റ്റൻസ് നമുക്ക് ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അത് സ്റ്റോപ്പ് തന്നെ, ഷട്ട് ഡൗൺ ബിഹേവിയർ സ്റ്റോപ്പായിട്ട് തന്നെ വെക്കുക. നമുക്ക് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കൺസോളിൽ പോയിട്ട് എന്ത് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്താൽ മതിയാവും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരാം. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻസ്റ്റൻസ് കോൺഫിഗർ ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ഇൻസ്റ്റൻസ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ലോഞ്ച് ഇൻസ്റ്റൻസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ലോഞ്ചിങ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ വിസാർഡ് കാണിക്കും. അതിനുശേഷം നമുക്ക് സക്സസ് മെസ്സേജ് കാണിക്കുന്നു. ജസ്റ്റ് അതിൻ്റെ ലോഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് എന്താണത് ക്രിയേറ്റ് ചെയ്ത് ലോഞ്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്കവിടെ സക്സസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് വ്യൂ ഓൾ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസ് നമുക്ക് കാണിക്കുന്നുണ്ട്. ആ ജസ്റ്റ് റെഡി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ഓവർവ്യൂ നമുക്ക് താഴെ കാണിക്കുന്നതാണ്. നമ്മൾ ഈ ഇൻസ്റ്റൻസ് എന്താണ് സ്റ്റേറ്റ് എന്നുള്ളതും അതിൻ്റെ പബ്ലിക് IPയും അതിൻ്റെ പബ്ലിക് DNS, ഈ രണ്ടാണ്. പബ്ലിക് DNSഉം പബ്ലിക് IPയാണ് നമ്മൾ പുട്ടി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ, അത് കൺസോളിൽ കണക്ട് ചെയ്യാൻ SSH യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ലോഞ്ച് വിസാർഡാണ്. ലോഞ്ച് വിസാർഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ വരുന്നത് ഇപ്പോൾ ഇൻസ്റ്റൻസ് റണ്ണിങ് ആണ്, പക്ഷേ അതിൻ്റെ സെറ്റപ്പ് ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് കാണിക്കുന്നത്. അതിനുശേഷം ഹെൽത്ത് ചെക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും. അടുത്ത കൺസോളിൽ നോക്കുകയാണെങ്കിൽ മോണിറ്ററിംഗ് ആണ്. ഈ മോണിറ്ററിംഗ് ടൂൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് CPUവിൻ്റെ, ഹാർഡ് ഡിസ്കിൻ്റെ, മെമ്മറിയുടെയും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ യൂസേജ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിക് ബേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടാഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൊടുത്തില്ലേ, അവിടെ സെർവറിൻ്റെ ഇൻസ്റ്റൻസിൻ്റെ ടാഗ് നെയിമാണ്. ഈ ടാഗ് നെയിം മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ ടാഗ് നെയിം വെച്ചാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതൊക്കെ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുള്ള യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, തിരിച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പോകുമ്പോൾ നമ്മുടെ സെർവർ സെറ്റിംഗ് ആവുന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ആ ഹെൽത്ത് ചെക്ക് എനേബിൾ ആവും. സ്റ്റാറ്റസ് ചെക്കിൽ നമുക്ക് നോക്കുമ്പം അത് 2/2 ആണ് നമുക്ക് നോർമലി വരുന്ന വാല്യൂ. അത് നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് കാണിക്കും. ഇനിയിപ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്യണം. ഇൻസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ജസ്റ്റ് കണക്റ്റിംഗ് ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് പുട്ടി ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതും നോർമൽ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് വിൻഡോസിൻ്റെ പവർ ഷെല്ലോ യൂസ് എങ്ങനെയെന്ന് കണക്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കീപെയർ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സൂക്ഷിച്ച് വയ്ക്കാൻ ഡൗൺലോഡ് ചെയ്ത കീപെയറാണ്. അതിൽ കീപെയറായിട്ട് കാണിക്കുന്ന ആ കീപെയറിൻ്റെ പെർമിഷനാണ്. പിന്നെ ഈ ഇൻസ്റ്റൻസിൽ കണക്ട് ചെയ്യേണ്ട യൂസർ നെയിമാണ്. യൂസർ നെയിം ഉബുണ്ടു ആണ്. ഉബുണ്ടു ഇൻസ്റ്റൻസ് ആയതുകൊണ്ട് ബൈ ഡിഫോൾട്ട് ഉബുണ്ടു തന്നെയായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറക്കാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നമ്മൾ പുട്ടി ഉപയോഗിച്ച് എങ്ങനെയാണ് ആ ഇൻസ്റ്റൻസിലോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസിലോട്ട് ലോഗിൻ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ പോയതുപോലെ കൺസോളിൽ പോയതിന് ശേഷം ഒന്നുകിൽ പബ്ലിക് IP അല്ലെങ്കിൽ പബ്ലിക് DNS കോപ്പി ചെയ്തെടുക്കുക. ആ പബ്ലിക് IP കോപ്പി ചെയ്യാനായി ജസ്റ്റ് അതിനകത്ത് കോപ്പിയുടെ ഒരു ഐക്കൺ കാണിക്കുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പുട്ടിയുടെ സോഫ്റ്റ്വെയർ നമുക്ക് putti.com സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കൺസോൾ വരിക. അതിൽ ജസ്റ്റ് ഹോസ്റ്റ് നെയിമിൻ്റെ അവിടെ IP അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം SSH ടാബിൽ പോയി നമ്മൾ ക്രിയേറ്റ് ചെയ്ത കീപെയർ അവിടെ PPK ഫയൽ അവിടെ കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അതിൽ നമ്മുടെ യൂസർ നെയിം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റൻസിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.